we have triangular inequalities modulus of a plus b less than or equal to mod a plus mod b. കേൾക്കാലോ അല്ലേ? Then what is modulus of x minus y? Modulus of x minus y is less than or equal to mod x plus mod y. Modulus of x plus y is less than or equal to mod x plus mod y. ഇവിടെ ഇന്നലെ എങ്ങനെ modulus of x minus y is greater than or equal to modulus of mod x minus mod y. ഇങ്ങനെയുള്ള റിസൾട്ട് ഇന്നലെ പ്രൂവ് ചെയ്തു. modulus of x minus y is ഇന്നലെ റിസൾട്ട് പ്രൂവ് ചെയ്ത റിസൾട്ട് ആണ്. ഇപ്പൊ പറയുന്ന modulus of x minus y is less than or equal to mod x plus mod y. So we have, so in the proof we have modulus of x minus y is written as modulus of x plus minus y. Here we apply in triangular inequality. Here triangular inequality apply less than or equal to mod x plus modulus of minus y using triangular inequality. That is modulus of x minus y is less than or equal to mod x plus modulus of minus y. Modulus of minus y എന്താണ്? Modulus of minus y is mod y ആണല്ലോ അല്ലേ? Since modulus of minus y യും mod y യും സെയിം ആണല്ലോ. So modulus of x minus y is mod x plus mod y. Modulus of x plus y യും mod x plus mod y ആണ്. ഇനി modulus of x minus y is greater than or equal to, അത് ഇന്നലെ പറഞ്ഞ റിസൾട്ട് ആണ്, modulus of x minus modulus of triangular inequality എന്ന് വെച്ചാൽ എന്താണ്? modulus of x plus y is mod x plus mod y. Modulus of x plus y is less than or equal to mod x plus mod y. ഇതൊക്കെ പറഞ്ഞ റിസൾട്ടുകളാണല്ലോ. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ, prove that for any real numbers small a, small b and small c, modulus of a plus b is less than or equal to modulus of a plus c plus c minus b. ഇത് കേൾക്കുന്നുണ്ടല്ലോ, കേൾക്കാനും കാണാനും പറ്റുന്നുണ്ടല്ലോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കാണാനും പറ്റുന്നുണ്ടോ? So modulus of a plus b is less than or equal to modulus of a plus c plus modulus of c minus b. ഇതെങ്ങനെ പ്രൂവ് ചെയ്യാം? We can write, consider modulus of a minus b is equal to, അവിടെ modulus of a minus b less than or equal to mod a plus c plus mod c minus b എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. This can be written as modulus of ഒരു c ആഡ് ചെയ്യുക, c സബ്ട്രാക്ട് ചെയ്യുക. ഇടയ്ക്ക് എയുടെ ഒരു c ആഡ് ചെയ്തു, c സബ്ട്രാക്ട് ചെയ്തു, മൈനസ് b is equal to
this can be written as a plus c, ഇവിടെ a plus ആണല്ലേ, a plus b ആണ്, ഇവിടെ പ്ലസ് ആ. ഇവിടെ നിന്നൊരു പ്ലസ് ഒരു മൈനസ് കോമൺ എടുത്താൽ സി മൈനസ് ബി ആവും. ഇവിടെ നിന്നൊരു മൈനസ് കോമൺ എടുത്താൽ സി മൈനസ് ബി ആവും. അപ്പൊ ഇവിടെ നോക്കിയേ, തൊട്ടു മുന്നേ പറഞ്ഞ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ പോലെയല്ലേ, എക്സിന്റെ പ്ലേസിൽ എ പ്ലസ് സി ഉണ്ട്, വൈന്റെ പ്ലേസിൽ സി മൈനസ് ബി ഉണ്ട്. ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ പ്ലസ് സി പ്ലസ് മോഡുലസ് ഓഫ് സി മൈനസ് ബി അല്ലേ. എന്താ റീസൺ? സിൻസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ ആണ് അല്ലേ. അപ്പോ ഇവിടെ എക്സിന്റെ പ്ലേസിൽ എ പ്ലസ് സിയും വൈന്റെ പ്ലേസിൽ സി മൈനസ് ബിയും വന്നിട്ടുണ്ട്. അപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ റിസൾട്ട് വെച്ചിട്ട് എന്ത് എഴുതാം? ഇവിടെ ലെഫ്റ്റ് സൈഡ് മോഡ് എ പ്ലസ് ബി അല്ലേ, അപ്പം ദാറ്റ് ഈസ് മോഡ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് സി പ്ലസ് മോഡ് സി മൈനസ്. Next question. Prove that modulus of a minus b less than or equal to modulus of a minus c plus modulus of c minus d plus modulus of d minus b. കഴിഞ്ഞതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ്. വി ക്യാൻ റൈറ്റ് ഫോർ ഓൾ, അതുകൊണ്ട് ഫോർ ഓൾ എ ബി സി ഡി റിയൽ നമ്പേഴ്സ്, ഫോർ ഓൾ റിയൽ നമ്പേഴ്സ് എ ബി സി ഡി, വി ക്യാൻ റൈറ്റ് മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ്, നമുക്കിവിടെ എയുടെയും ബിയുടെയും ഇടയിൽ സിയും ഡിയും ഉണ്ട് അല്ലേ, രണ്ടുപേരും ആഡ് ചെയ്യാണ്ട് അല്ലേ. ഇവിടെ അങ്ങനല്ലേ, മോഡ് എ മൈനസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ മൈനസ് സി ഉണ്ട്, സി മൈനസ് ഡി ഉണ്ട്, ഡി മൈനസ് ബി ഉണ്ട്. അപ്പോൾ എയും ബിയും അല്ലാതെ വരുന്ന ആൾക്കാരുണ്ട്, രണ്ട് സി ഉണ്ട്, രണ്ട് ഡി ഉണ്ട്. അപ്പോൾ പിന്നെന്താ, ഒരു മൈനസ് സി, ഒരു പ്ലസ് സി, ഒരു മൈനസ് ഡി, ഒരു പ്ലസ് ഡി, ഒരു സി ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, മറ്റൊരു ഡി ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അത്രയും ചെയ്യുമ്പോൾ നമുക്ക്, എന്നിട്ട് ട്രയാങ്കുലർ ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്താൽ നമുക്ക് ഇത് കിട്ടും. അപ്പോൾ എ എന്ത് ചെയ്യാം, ഇവിടെ ആദ്യം മൈനസ് ചെയ്തു, ഒരു സി സബ്ട്രാക്ട് ചെയ്തു, ഒരു സി ആഡ് ചെയ്തു, ഒരു ഡി സബ്ട്രാക്ട് ചെയ്യുക, ഒരു ഡി സബ്ട്രാക്ട് ചെയ്യുക, ഒരു ഡി ആഡ് ചെയ്യുക, പിന്നെ നമ്മുടെ മൈനസ് ബി തന്നെയല്ല. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് മോഡുലസ് ഓഫ് എ മൈനസ് സി പ്ലസ് സി മൈനസ് ഡി പ്ലസ് ഡി മൈനസ് ബി. നമുക്ക് ട്രയാങ്കുലർ ഇൻഇക്വാലിറ്റി ഇങ്ങനെ അറിയാലോ, മോഡ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ എന്നറിയാലോ. മോഡ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ എന്നറിയാലോ. അതേപോലെ മോഡുലസ് ഓഫ്, അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാം, മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ പ്ലസ് മോഡ് ഇസെഡ്. ഇവിടെ എക്സിന്റെ പ്ലേസിൽ എ പ്ലസ് സി, എ മൈനസ് സി, വൈന്റെ ഇത് എക്സിന്റെ പ്ലേസിൽ വരിക, സി മൈനസ് ഡി വൈന്റെ പ്ലേസിൽ, ഡി മൈനസ് ബി ഇസെഡിന്റെ പ്ലേസിൽ. അപ്പോൾ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് മോഡ് വൈ പ്ലസ് മോഡ് ഇസെഡ് എഴുതാലോ. That is, so this is less than or equal to, this is less than or equal to
modulus of a minus c plus modulus of c minus d plus modulus of d minus d. Since none of it, that is modulus of a minus b less than or equal to mod a minus c plus mod c minus d plus mod d minus d. അതിലെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ ആ ഹോംവർക്ക് ഇട്ട ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു റൂട്ട് 3 പ്രൂവ് ദാറ്റ് റൂട്ട് 3 എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ് പ്രൂവ് ദാറ്റ് എല്ലാം എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ് പ്രൂവ് ദാറ്റ് റൂട്ട് 3 ഈസ് ഇറാഷണൽ ചെയ്തായിരുന്നോ റൂട്ട് 3 ഇറാഷണൽ എന്ന് എങ്ങനെ പ്രൂവ് ചെയ്തേ അല്ലേ നിങ്ങൾ എന്താ അസ്യൂം ചെയ്തു കോൺട്രഡിക്ഷൻ മെത്തേഡാ ചെയ്യണം ഓർമ്മ ഉണ്ടാവും അസ്യൂം റൂട്ട് 2 ചെയ്ത ഓർമ്മയല്ലേ അത് അസ്യൂം റൂട്ട് 3 ഈസ് റാഷണൽ അല്ലേ അപ്പോൾ അതിന്റെ മീനിങ് എന്താ ദാറ്റ് ഈസ് റൂട്ട് 3 ക്യാൻ ബി റിട്ടൺ as of the form p by q അല്ലേ where p and q are integers അല്ലേ p and q are integers smallest integers and p and q are relatively prime അല്ലേ and p and q are relatively prime അതായത് അവയ്ക്കിടയിൽ എന്തൊന്നുമില്ല കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല p and q are relatively prime എന്ന് വെച്ചാൽ അവയുടെ GCD 1 ആണ് പിന്റെയും ക്യൂവിന്റെയും GCD 1 ആണ് ഇനി സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ് സ്ക്വയറിംഗ് നടത്തുമ്പോൾ 3 is equal to p square by q square അല്ലേ ഇത് തന്നെയാണ് അവിടെ ചെയ്തത് അവിടെ 2 വന്നേ ഉള്ളൂ ഇവിടെ നിന്ന് p square is equal to 3q square എന്നാവാലോ അപ്പോൾ അതിന്റെ മീനിങ് എന്താ ദാറ്റ് ഈസ് p square is multiple of 3 അല്ലേ p square is a multiple of 3 p square is a multiple of 3 p square so p square is a multiple of 3 എന്നാണ് അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ p square multiple of 3 ആണെങ്കിൽ ഉറപ്പായിട്ട് p multiple of 3 ആയിരിക്കും p is also a multiple of 3 ഇതേ അവിടെ 2 വെച്ച് പറഞ്ഞതേ ഉള്ളൂ p is also a multiple of 3 p multiple of 3 ആണെങ്കിൽ എന്തായിരിക്കും p is equal to എനിക്ക് 3m എന്ന് എടുക്കാം അല്ലേ p multiple of 3 for some integer m for some integer m ഇനി ഇവിടെ കൊടുത്താലോ equation number 1 എന്താവും then equation 1 becomes 3m square is equal to 3q square 3m square and 3q square same ആണ് that is 9m square 9m square is equal to 3q square ഒരു 3 രണ്ട് സൈഡും കട്ട് ചെയ്യാലോ അപ്പോൾ 3m square is equal to q square ആവും അല്ലേ that is 3m square is equal to q square which implies
Q square is equal to 3m square. Q square is a multiple of 3. Q square is a multiple of 3 ആണെങ്കിൽ Q in multiple of 3 ആയിരിക്കും. Q multiple of 3 ആയിരിക്കും. നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്? Qനും Pനും കോമൺ ഫാക്ടർ ഒന്നും ഇല്ല എന്നല്ല എടുത്തിരിക്കുന്നത്. കാരണം Pയും Q റിലേറ്റീവ്ലി പ്രൈം എന്നാണ്, സ്മാളസ്റ്റ് ആണ്. സ്മാളസ്റ്റ് ഫോമിൽ എടുത്തിരിക്കുന്നത്. സ്മാളസ്റ്റ് ഫോമിൽ റാഷണൽ നമ്പർ എടുത്തിരിക്കുന്നത്. അല്ല, റാഷണൽ നമ്പർ എടുത്തിരിക്കുന്നത്. Pയും Q ഇൻഡിജേഴ്സ് ആണ്, പക്ഷെ Pയും Q എന്താണ്? റിലേറ്റീവ്ലി പ്രൈം ആണ്. അവ തമ്മിൽ കോമൺ ഫാക്ടേഴ്സ് ഇല്ല. ഇവിടെ എന്ത് കിട്ടി? P is a multiple of 3 എന്നും കിട്ടി. അപ്പോൾ 3 മിനിമം 3 എങ്കിലും ഒരു കോമൺ ഫാക്ടർ ആണ്. Q is a multiple of 3 എന്ന് കിട്ടി. അപ്പോൾ Q 3 മിനിമം 3 Qന്റെ മൾട്ടിപ്പിൾ ആണ്, അല്ല Qന്റെ ഡിവൈസർ ആണ്. അപ്പോൾ Pക്കും Qക്കും കോമൺ ഡിവൈസർ മിനിമം 3 എങ്കിലും ഉണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ ടു അവർ അസംഷൻ. അതായത് P by Q എന്ന് എഴുതിയാൽ Pനും Qനും കോമൺ ഫാക്ടേഴ്സ് ഇല്ല എന്ന അസംഷനെ തെറ്റിക്കുകയാണ്. ഇറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ അസംഷൻ തെറ്റാണ്. ഇറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ ടു അവർ അസംഷൻ. Hence, our assumption is wrong. Root 3 is irrational എന്നെടുത്ത് wrong ആണ്. അപ്പോൾ root 3 is rational എന്നെടുത്ത് wrong ആണ്. അപ്പോൾ root 3 is irrational. ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ പറഞ്ഞാണ്, ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. Next, prove that root of 8 is irrational. Root 8 irrational ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറയും. അപ്പോൾ root 8 irrational എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. അസ്യൂം എപ്പോഴും കോൺട്രഡിക്ഷൻ മെത്തേഡ് തന്നെയാണല്ലോ. മറ്റേ റൂട്ട് 2ഉം റൂട്ട് 3യും ചെയ്തതുപോലെ അങ്ങനെ എളുപ്പത്തിന് റൂട്ട് 8 ചെയ്യാം. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അസ്യൂം എന്നാലും റൂട്ട് 8 ഇസ് ഈക്വൽ ടു ഈസ് ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്യണം. ഞാൻ എന്തെടുക്കും? റാഷണൽ എന്ന് അസ്യൂം ചെയ്യും. ദെൻ നമ്മൾ റൂട്ട് 8 എങ്ങനെ എഴുതും? റാഷണൽ ആയതുകൊണ്ട് റൂട്ട് 8 ക്യാൻ ബി റിട്ടൺ ആസ് P by Q, അല്ലേ? where P and Q are integers, അല്ലേ? Positive integers, P and Q are positive integers. P and Q are positive integers and relatively prime, and prime to each other. And they are relatively prime. And they are relatively prime. Relatively prime എന്ന് വെച്ചാൽ എന്താണ്? അവയ്ക്കിടയുടെ കോമൺ ഫാക്ടർ ഇല്ല, അല്ലേ? അവയുടെ GCD 1 ആയിരിക്കും. Pന്റെയും Qന്റെയും GCD 1 ആയിരിക്കും. Pനും Qനും ഇടയിൽ കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ല. റൂട്ട് 8 ഇസ് ഈക്വൽ ടു P by Q എന്ന് പറയും. അപ്പോൾ നമ്മൾ റൂട്ട് 8 ആകുമ്പോഴേ നമുക്കത് മറ്റേ മെത്തേഡ് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വി ഹാവ്, നമുക്കറിയാലോ റൂട്ട് 8 റൂട്ട് 9 എത്രയെന്നറിയാം? 3 എന്നറിയാം. റൂട്ട് 4 എത്രയെന്നറിയാം? 2 എന്നറിയാം. റൂട്ട് 9 3 ആണ്, റൂട്ട് 4 2 ആണ്. അപ്പോൾ റൂട്ട് 8 ഇതിനിടയിലല്ലേ? വി ഹാവ് 2 ലെസ് ദാൻ റൂട്ട് 8 ലെസ് ദാൻ 3, അല്ലേ? 2നും 3നും ഇടയിലല്ലേ റൂട്ട് 8 വരുള്ളൂ. 2നും 3നും ഇടയിലെ റൂട്ട് 8 വരും. അപ്പോൾ which implies 2 ലെസ് ദാൻ റൂട്ട് 8നാണ് നമ്മൾ P by Q എന്ന് എടുത്തിരിക്കുന്നത്. P by Q ലെസ് ദാൻ 3. ഒരു Q കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 2Q ലെസ് ദാൻ P ലെസ് ദാൻ 3Q, അല്ലെ? അതുകൊണ്ട് കാര്യം ഇങ്ങനെ എടുക്കാൻ കാര്യം എന്താ? നമ്മൾ ഇന്നലെ പറഞ്ഞു, സിൻസ് Q ഗ്രേറ്റർ ദാൻ 0 ആണ്. Q ലെസ് ദാൻ 0 ആയിരുന്നെങ്കിൽ സംഭവം എന്ത് പറ്റിയേനെ? ഇനീക്വാളിറ്റി റിവേഴ്സ് ആയേനെ. 2Q ലെസ് ദാൻ P ലെസ് ദാൻ 3. അപ്പോൾ ഞാൻ എല്ലാം 2Q കൊണ്ട് സബ്ട്രാക്ട് ചെയ്യണം. ലെഫ്റ്റ് സൈഡ് 0 കൊണ്ട് കാണുന്നത്. 2Q മൈനസ് 2Q ലെസ് ദാൻ Q മൈനസ് 2Q ലെസ് ദാൻ 3Q മൈനസ് 2Q.
2q minus 2q 0. q p minus 2q അല്ലേ? ഇവിടെ p അല്ലേ? ഇവിടെ p minus q. ഇവിടെ 2q ഉണ്ട്. 2q കൊണ്ട് ഇനിക്വാലിറ്റിയുടെ 3 ടേമിനെയും സബ്ട്രാക്ട് ചെയ്യാണ്. 2q minus 2q, p minus 2q, 3q minus 2q. അപ്പോൾ p minus 2q 0 less than p minus 2q less than 3q minus 2q q ആണ്. q പോസിറ്റീവ് ഇൻറ്റിജർ അല്ലേ? നമ്മൾ q പോസിറ്റീവ് ഇൻറ്റിജർ ആയിട്ടല്ലേ എടുത്തിരിക്കുന്നത്. അപ്പോൾ q പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. സീറോയിനേക്കാളും വലുതാണ് p മൈനസ് 2q അല്ലേ? p മൈനസ് 2q സീറോയിനേക്കാളും വലുതാണ്, q-നേക്കാളും ചെറുതാണ്. ഓക്കെ, സീറോയിനേക്കാളും വലുതായതുകൊണ്ട് p മൈനസ് 2q പോസിറ്റീവ് ആയിരിക്കും, q പോസിറ്റീവ് ആണ്. Thus p minus 2q is a positive integer. p minus 2q is a positive integer less than q അല്ലേ? q-നേക്കാളും ചെറുതല്ലേ? less than q. p minus 2q positive integer ആണ്, less than q ആണ്. Which implies p minus 2q q relatively prime ആയിരിക്കും. Which implies p minus 2q and p minus 2q and q are relatively prime. പിന്നെ പിയും ക്യൂ എന്താണ്? ആൾസോ പി ആൻഡ് ക്യൂ ആർ റിലേറ്റീവ്ലി പ്രൈം ആണ്. പിയും ക്യൂവും റിലേറ്റീവ്ലി പ്രൈം ആണ്. പിയും ക്യൂവും റിലേറ്റീവ്ലി പ്രൈം ആണ്. പി മൈനസ് 2q ക്യൂവും റിലേറ്റീവ്ലി പ്രൈം ആണ്. അപ്പോൾ നമുക്ക് കൺസിഡർ, നമുക്ക് റൂട്ട് 8ന്റെ കാര്യമല്ലേ വേണ്ടേ? കൺസിഡർ റൂട്ട് 8 ഇൻറ്റു പി മൈനസ് 2q എന്തായിരിക്കും? റൂട്ട് 8ന് പകരമാണ് നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത് പി ബൈ ക്യൂ. പി ബൈ ക്യൂ ഇൻറ്റു പി മൈനസ് 2q ആണ്. പി മൈനസ് 2q റൂട്ട് 8 ഇൻറ്റു പി മൈനസ് 2q നമ്മൾ കൺസിഡർ ചെയ്തതാണ്. എന്തുകൊണ്ടെന്ന് പിന്നെ അവസാനം മനസ്സിലാവും. പി മൈനസ് 2q ഇസ് ഈക്വൽ ടു പി ബൈ ക്യൂ ഇൻറ്റു പി മൈനസ് 2q ആണ്. പി ബൈ ക്യൂ ഇൻറ്റു 2 മൈനസ് പി ക്യൂനെ, അപ്പോൾ ഇത് നോക്ക്, റൂട്ട് 8 എന്താണ്? അപ്പോൾ ഇവിടെ നോക്കുക പി ബൈ ക്യൂ. ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. പി ബൈ ക്യൂ നോക്കിയേ, പിനും ക്യൂനും കോമൺ ഫാക്ടേഴ്സ് ഇല്ലല്ലോ. അതുപോലെ ക്യൂനും പി മൈനസ് 2q കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ക്യൂനും പി മൈനസ് ക്യൂനും കോമൺ ഫാക്ടേഴ്സ് ഇല്ലാത്തതുകൊണ്ട് പിയും ക്യൂ ഇൻറ്റിജേഴ്സ് ആണ്. പി മൈനസ് 2qയും ക്യൂ ഇൻറ്റിജർ ആണ്. ഇതൊരു ഇൻറ്റിജർ ആണ്, ഇതൊരു ഇൻറ്റിജർ ആണ്, ഇതൊരു ഇൻറ്റിജർ ആണ്. പക്ഷേ ഇത് തമ്മിൽ കോമൺ ഫാക്ടർ ഉണ്ടോ? ഇതിനും ഇതിനും കോമൺ ഫാക്ടർ ഇല്ലല്ലോ. അപ്പൊ ഇവിടെ ഒന്നും കട്ട് ചെയ്ത് പോവില്ല. കട്ട് ചെയ്ത് പോകാത്തോണ്ട് ഇതെന്താവും? ഇത് ഇൻറ്റിജർ ആവുമോ? നോക്കടോ, ഒരു 2/3. 2ഉം 3ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. ഇനി പിന്റെ പ്ലേസിൽ 2, ക്യൂവിന്റെ പ്ലേസിൽ 3, അല്ലെങ്കിൽ തിരിച്ചെടുക്കാം, അല്ലെങ്കിൽ പണിയാം. 3/2 അല്ലെങ്കിൽ 5/2. പിന്റെ പ്ലേസിൽ പി ബൈ ക്യൂ ഇസ് ഈക്വൽ ടു 5/2 എന്ന് വിചാരിക്കുക. ഇനി പി ബൈ ക്യൂ ഇൻറ്റു പി മൈനസ് 2q എന്താ? പി ബൈ ക്യൂ 5/2 ഇൻറ്റു പി മൈനസ് 2q.
5 മൈനസ് 4 എന്നല്ലേ 1 ആണ്. അപ്പോൾ വീണ്ടും 5/2 കിട്ടി. അതെന്താണ് ഇൻറ്റിജർ ആണോ ഇത് ഇൻറ്റിജർ അല്ലല്ലോ. 5/2 5 ഇൻറ്റിജർ ആണ് 2 ഇൻറ്റിജർ ആണ്. 5/2 ഇൻറ്റിജർ അല്ലല്ലോ. 5/2 റാഷണൽ നമ്പർ അല്ലേ. അപ്പോൾ p/q into p minus 2q is not an integer. അത് ഇൻറ്റിജർ അല്ല. √8 into p minus 2q is equal to p/q into p minus 2q is not an integer. അപ്പോൾ നമുക്ക് p/q കൊണ്ടകത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ p²/q മൈനസ് p/q മൈനസ് 2q എന്താ മൈനസ് 2pq/q q കട്ട് ചെയ്യുമ്പോൾ 2p എന്നാണ്. p²/q √8 into p minus 2q is equal to p²/q minus 2p. അപ്പോൾ ഞാനൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ട് ഇവിടെ ഞാനിവിടെ ഇവിടെ മുകളിൽ q മൾട്ടിപ്ലൈ ചെയ്യുന്നത് p² into q by q into q minus 2p. അപ്പോൾ ഇതെന്താവും p²q by q² അല്ലേ p²q by q² minus 2p. അപ്പോൾ ലെഫ്റ്റ് സൈഡ് √8 into p minus 2q is equal to p²/q² into q p²/q² into q minus p²/q² അങ്ങനെ എഴുതാല p/q the whole square into q minus 2p. So √8 into p minus 2q is equal to ഈ p/q നമ്മൾ എന്തെടുത്തില്ല 8 എന്ന് കരുതി. അപ്പോൾ p/q the whole square എന്ന് 8 ആവും. 8q minus 2p. ഇവിടെ നോക്കടോ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിനെ അല്ലേ ഇവിടെ എടുത്തിരിക്കുന്നത് √8 into p minus 2q. അത് ഇൻറ്റിജർ അല്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ലേ. √8 into p minus 2q ഇൻറ്റിജർ അല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ നോക്കട്ടെ √8 into p minus 2q നെ 8q minus 2p എന്ന് പറഞ്ഞില്ലേ. q എന്താണ് ഇൻറ്റിജർ ആണ്, p എന്താണ് ഇൻറ്റിജർ ആണ്. അപ്പോൾ ഒരു ഇൻറ്റിജർ 8ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ഇൻറ്റിജറിൽ നിന്ന് 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മറ്റൊരു ഇൻറ്റിജർ സബ്ട്രാക്ട് ചെയ്താൽ എന്ത് വരും, അത് വീണ്ടും ഇൻറ്റിജർ ആയിരിക്കും. ഈക്വൽ ടു ആൻ ഇൻറ്റിജർ അല്ലേ. അതെന്താണ് ഇത് √8 into p minus 2q. ആദ്യം പറഞ്ഞ എന്താ √8 into p minus 2q ഇൻറ്റിജർ അല്ലെന്ന് പറഞ്ഞു. ഇവിടെ എന്ത് കിട്ടി √8 into p minus 2q ഇൻറ്റിജർ ആണെന്ന് കിട്ടി. ഇൻറ്റിജർ ഇത് ഇൻറ്റിജർ അല്ലെന്ന് ഇവിടെ തുടങ്ങി. നമുക്കറിയാം ഇൻറ്റിജർ അല്ലാന്ന് തുടങ്ങി. കാരണം നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്താൽ ഇൻറ്റിജർ നമ്മൾ എക്സാമ്പിൾ കണ്ടു ഇത് ഇൻറ്റിജർ അല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വെച്ച് നോക്ക്, ഇവിടെ നിങ്ങൾ പിക്കും ക്യൂക്ക് എന്ത് വാല്യൂ കൊടുത്താലും എന്തേ ആവുള്ളൂ. ഇവിടെ പിയും ക്യൂവും നമ്മൾ എന്താ എടുത്തിരിക്കുന്നത്, പിയും ക്യൂവും പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് അല്ലേ. അങ്ങനെയാണെങ്കിൽ പിന്നെ p minus 2q പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം, ഇൻറ്റിജർ ആണ് അല്ലെ. ഇത് സോറി 8q minus 2p ഇതാണ് നോക്കേണ്ടത്. ഇവിടെ നോക്കിക്കളയല്ലേ 8q minus 2p ക്യൂവും പിയും പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് അല്ലേ. അപ്പോൾ 8q minus 2p എന്താവും, അതൊരു ഇൻറ്റിജർ ആവാം, പോസിറ്റീവ് ഇൻറ്റിജർ ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻറ്റിജർ ആവാം. അപ്പോൾ നോക്ക് ഇത് ഇൻറ്റിജർ എന്ന് വെച്ചാൽ ഇതിന് ഈക്വൽ അല്ലേ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് ഇൻറ്റിജർ ആണ്. പക്ഷെ ലെഫ്റ്റ് സൈഡ് ഇൻറ്റിജർ അല്ലെന്നല്ലേ ആദ്യമേ തുടങ്ങി. അപ്പോൾ ഇതെന്താണ്
which is a contradiction. Which is a contradiction. അല്ലേ അത് തെറ്റല്ലേ? Which is a contradiction. Which is a contradiction to our assumption. നമ്മുടെ assumption wrong ആണ്.